അന്വേഷണത്തിനെതിരെ, അതായത് ശബരിമല കൊള്ള SITയുടെ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതി നല്ല ഒന്നാം തരം വാളും വടിയും എടുത്തിരിക്കുകയാണ്. ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നത് ആരെ രക്ഷിക്കാനാണ് എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജാമ്യം അപേക്ഷയുമായി വന്നവരോട് കോടതി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ജാമ്യം തന്നാൽ അത് അയ്യപ്പന്റെ താല്പര്യങ്ങൾക്കെതിരായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായി പോകും, അതുകൊണ്ട് ജാമ്യം തരില്ല. മാത്രമല്ല, ഈ പപ്പം വരെ മാത്രം എന്തുകൊണ്ട് ഇത് നിർത്തി? ഗോവർദ്ധനും ശങ്കർദാസും വിജയകുമാറും ബാക്കിയുള്ളവരൊക്കെ എവിടെ? 1.5 കോടി ഗോവർദ്ധൻ പോറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി ഇത് അന്വേഷിക്കണ്ട, ഇനി ഇത് ED-യിലോട്ട് പോട്ടെ, 24 മണിക്കൂർ സമയം തരും. ആ സമയത്തിനുള്ളിൽ രേഖകൾ മുഴുവൻ ED-യുടെ കയ്യിൽ കൊടുത്തിരിക്കണം. SITയുടെ ഉള്ള വിശ്വാസം കോടതിക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെ കാണണം സാർ ഇതിനെ? ഇത്രയേ ഉള്ളൂ. തന്നെ പറഞ്ഞു തന്നെ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. കോടതി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു, പാസ്സായിരിക്കുന്നു. അതും കഴിഞ്ഞിപ്പോൾ 24 മണിക്കൂറാവുന്നു. ഇതുവരെ ശങ്കരദാസിലേക്ക് പോയിട്ടുണ്ടോ? എന്താ കാര്യം? പോലീസ് കണക്ഷനുണ്ട്, ഉന്നത പോലീസ് കണക്ഷനുണ്ട്. വിജയകുമാറിലേക്ക് പോയിട്ടുണ്ടോ? ഉന്നത പോലീസ് കണക്ഷനുണ്ട്, രാഷ്ട്രീയ കണക്ഷനുണ്ട്. അങ്ങോട്ടെങ്ങും പോകാൻ പറ്റാതെ കിടന്ന് ഉഴറുക. കോടതിക്കും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടയിൽപ്പെട്ടിങ്ങനെ വട്ടം കറങ്ങുക, എലിയെ പോലെ. അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോയാൽ. ഒരു വശത്ത് കടല്, ഒരു വശത്ത് പാറ, എങ്ങോട്ട് പോകും? അങ്ങനെ ഉഴലുകയാണ്. ഇടയിൽപ്പെട്ട് ഇടതേടി പിടയുന്നു പ്രാണൻ എന്നുള്ള അവസ്ഥയിലാണ് SIT ഇപ്പോൾ. അതിനിപ്പോൾ ഇത് ന്യൂട്രലായിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്ത കുറ്റവാളികളല്ലെന്നല്ല, ഇതിനകത്ത് സ്വർണം വാങ്ങിച്ചയാൾ ഉരുക്കിയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ, അതിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരി അല്ലേ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഗോവർദ്ധൻ. ഈ സ്വർണം പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൈക്കൊണ്ടയാണ്. ഇത് പ്രകാരം 450 ഗ്രാം സ്വർണമാണ് അവിടെ ശബരിമലയിൽ മുതലിളക്കിയത്. സ്വർണത്തിൻ്റെ വിലയല്ല ഇത്. സ്വർണത്തിൻ്റെ വില അനുസരിച്ച് തന്നെ 1/2 കിലോ സ്വർണം വരും. ഇത് 1/2 കിലോ സ്വർണത്തിൻ്റെ വില നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ അവന് തന്നെ എത്ര ആവുമെന്ന് അറിയാം. നമ്മളിപ്പോൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ, നമുക്ക് വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ചുമ്മാ ഒരു കൊതിക്ക്. അപ്പം 100 ഗ്രാം വെച്ച് 4 എന്നാണല്ലോ. 100 ഗ്രാം എന്ന് പറയുമ്പോൾ 12 8 96, 12 പവൻ വരത്തില്ലേ? 12 പവൻ വെച്ച് 4, 12 4 48, 48 പിന്നെ കുറച്ചും കൂടെ കൂട്ടാം, 50 കൂട്ടാം നമുക്കൊരു ഒപ്പിച്ച്. 50 പവൻ സ്വർണത്തിൻ്റെ ഇപ്പോൾ ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ഒരു സംരംഭത്തിൽ കൂടെ ഉണ്ടാക്കി വെച്ചത്. ഈ 50 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ കണക്ക്. ഇത് ശബരിമലയിലെ സ്വർണ്ണമാകുമ്പോൾ അതിൻ്റെ വില കൂടും. ഇത് ആൻറ്റീക് പ്രോപ്പർട്ടി ആകുമ്പോൾ വീണ്ടും കൂടും. സുഭാഷ് കപൂർ വഴിയൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കോടികളാവും. 50 ലക്ഷം എന്നുള്ള 50 കോടിക്ക് മുകളിൽ ഡോളറുകളായിട്ട് വരും. അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ഇനി 3ാമതൊരു ഏജൻസി വേണ്ടി വരും. കാരണം EDക്ക് കടൽ കടക്കാൻ അധികാരമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. EDക്ക് കൊടുക്കാനൊരു വൈക്ലഭ്യമുണ്ട് SITക്ക് ഫയലുകളൊക്കെ. ഇങ്ങനെ മടിച്ച് അവരെടുത്തു കഴിഞ്ഞാൽ ചില ആശാന്മാരിൻ്റെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. EDക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിനെ അത് ബാധിക്കും. എങ്ങനെ ബാധിക്കാൻ എനിക്ക് മനസ്സിലാവില്ല. എങ്ങനെ ബാധിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. 2 ഡോക്ടർമാർ കൂടി ഒരാളിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗിക്ക് കുഴപ്പമാവും എന്നാണോ പറയുന്നത്? ക്രോസ് ചെക്ക് ചെയ്യുക ഓരോ അഭിപ്രായങ്ങൾ. രോഗിക്ക് നല്ലതായിട്ടേ വരൂ. എപ്പോഴും ഒരു ക്രോസ് എക്സാമിനേഷൻ നല്ലതാണ്. അതിപ്പോൾ കോടതിയിലും ഉണ്ടാവുമല്ലോ ക്രോസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ പരിപാടി. അതാവശ്യമാണ്. തന്നെ ഇത് 2 മേഖലയാണ്. ഒന്ന് ക്രൈമിൻ്റെ മേഖല, മറ്റേത് ധനപരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയും, ക്രമക്കേട്, ധനപരമായ ക്രമക്കേട്. അതാണ് ഒരു വിഭാഗം പരിശോധിക്കുന്നത്. അത് 2 ഇതിനകത്ത് തെളിയണ്ടേ? അപ്പോൾ അതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് 2 സ്പെഷ്യലിസ്റ്റുകൾ വേണം. പലപ്പോഴും സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുന്നതും 2 3 4 സ്പെഷ്യലിസ്റ്റുകൾ ഒരുമിച്ചിരുന്നുകൊണ്ടാണ്. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ബോർഡെന്ന് പറയുന്നത്. VIP-കളുടെ ചികിത്സ അങ്ങനെ നടക്കുന്നത്. എന്താ കുഴപ്പം? ഒരാളിനെ കൊല്ലുമോ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം ഇവരെല്ലാം കൂടി ഇരുന്നെങ്കിലേ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശബരിമലയുടെ ജീവനാകുന്ന ഭക്തിയെ സംരക്ഷിക്കണമെങ്കിൽ ഇവർ വേണം. അതുകൊണ്ടാണ് കോടതി വെറും കോടതിയായിട്ടല്ല, ഭക്തരുടെ വിശ്വാസം ഏറ്റുവാങ്ങുന്ന ഒരു ബോഡിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജാമ്യം തേടി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങൾ ജാമ്യം തന്നാൽ ഭക്തലക്ഷങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനത് ഹാനിയാവും. വളരെ ക്ലിയർ ആയിട്ടുള്ള ഭാഷയിലാണത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവും? ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഭക്തരുടെ പക്ഷത്ത് ഇപ്പോൾ ആരാ ഉള്ളത്? അയ്യപ്പനും കോടതി. ബദറുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള കോടതി. അത് ഓർക്കണം. അധ്യക്ഷൻ ആരാ? ബദറുദ്ദീൻ. മനസ്സിലായോ? ആ ബദറുദ്ദീൻ. നമ്മളത് മനസ്സിലാക്കണം. നല്ല ഭാഷയിൽ അത് മനസ്സിലാക്കണം. നല്ല കാര്യമായിട്ട് മനസ്സിലാക്കണം. ആ ബദറുദ്ദീൻ. അതുപോലെ തന്നെ ഈ കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ വികാരം കൊണ്ടത് അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരാളാണ് പാരഡി എഴുതിയത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ദേശീയ വികാരം എന്ന് പറയുന്നത്.
എല്ലാ വികാരങ്ങളും ഒന്നു ചേർന്നുള്ള ദേശീയ വികാരം, പരസ്പര വിരുദ്ധമല്ലാത്ത വികാരം. ഇതാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടത്. ഹിന്ദുവാണോ അവനെ തട്ടിയേക്ക്, ആ വികാരമല്ല വേണ്ട. ഹിന്ദുവിൻ്റെ ഒരു ദൈവത്തിന് വേണ്ടി ഒരു മുസ്ലിം പാട്ടെഴുതുക എന്ന് പറയുന്ന മഹത്തായ സംസ്കാരം ഉൾക്കൊള്ളുന്ന രാജ്യമാണിത്. ആ സംസ്കാരത്തെ തകർക്കാനാണ് ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ സംസ്കാരത്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു ചേരണമെന്നുള്ളതാണെന്ന് ഞാനും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കുന്ന ആൾക്കാരും പണ്ട് തൊട്ടേ പറയുന്നത്. ഈ ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരാ? ആ ഡിവിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അതിൻ്റെ സഖാക്കളാണ് ഈ കള്ളന്മാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടതുകൊണ്ട് ഇന്ന് റിമാൻഡിൽ കഴിയുന്നത്. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. ഇനിയുണ്ട് കള്ളന്മാർ റിമാൻഡിന് പുറത്ത്. അവരെ കൂടി പിടിക്കാത്തത് എന്താന്ന് തന്നെയാണ് കോടതിയുടെ വ്യക്തവും അതിശക്തവുമായിട്ടുള്ള ചോദ്യം. അതാണ് ചോദിച്ചിരിക്കുന്നത്. ശങ്കർദാസ് എന്ന് പറയുന്ന അറിയാമല്ലോ, തിരുവനന്തപുരത്തുള്ളതാണ്. AITUCയുടെ വലിയ നേതാവാണ്, എൻ്റെ പരിചയക്കാരനുമാണ്. പക്ഷേ പരിചയക്കാരനായതുകൊണ്ട് കള്ളം കാണിച്ചാൽ കള്ളമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കള്ളത്തിന് കൂട്ടു നിന്നാലും കള്ളന് കഞ്ഞി വെച്ചു കൊടുത്താലും അതെല്ലാം കള്ളം തന്നെ. സാർ, ഈ പത്മകുമാറിൽ നിന്ന് പിന്നെ തുടങ്ങേണ്ടത് കടകംപള്ളിയിലേക്കാണ്. പക്ഷേ പത്മകുമാർ വച്ച് ഇവര് നിർത്തി. ജയശ്രീക്ക് ഇപ്പോ പിന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി ജാമ്യാപേക്ഷ നൽകി. മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയിട്ടില്ല. അവർക്ക് ശാരീരിക അവശത ഉള്ളത് കൊണ്ട് ഇതിലൊരു ഇളവ് മാത്രം. SITയുടെ മുമ്പിൽ എല്ലാ ദിവസവും ഹാജരാകണം എന്നുള്ള വ്യക്തമായ നിബന്ധന വെച്ചുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ടും അവർക്ക് പല ശാരീരിക അവശതകൾ ഉള്ളതുകൊണ്ടും അതിന് തെളിവുകൾ നൽകിയത് കൊണ്ടും മാത്രം ഒരു കൺസെഷൻ കൊടുത്തു. മനുഷ്യത്വപരമായ ശരി, അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, മനുഷ്യത്വപരം കോടതി അത് കണ്ടത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ SIT എന്ന് പറയുന്ന ഒരു പിന്നെ അന്വേഷണ ഏജൻസി, അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ളതാണ്. ഇതിൽ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മാധ്യമപ്രവർത്തകർ അടക്കം പലപ്പോഴും ചോദിച്ചപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ കോടതി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടായിരുന്നു. കോടതി ഇത് കൃത്യമായി അവലോകനം ചെയ്യും. പക്ഷെ ഇപ്പൊ കോടതി തന്നെ രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഇത്രയും കാലം ചെയ്തത്? നിങ്ങൾ ചെയ്തതൊക്കെ കാണിക്കും. നിങ്ങളിൽ ഇനിയുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടമായി. നിങ്ങൾ ഇനി ഇക്കാര്യം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. കാരണം ജയറാമിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ 2 തട്ടിൽ, കാരണം VIP പരിഗണന നൽകണം. അത് മറ്റേ ആളുകൾക്കിടയിൽ ഒരു പിന്നെ വേർതിരിവുണ്ടാക്കും. അതുകൊണ്ട് ജയറാമിനെ തൊടാൻ പാടില്ല. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു ഞാനിരുന്ന സമയത്താണ് ഈ കട്ടത് എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമോ എന്നറിയാൻ പോലും മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നില്ല. ചെന്നിത്തല കത്തിലൂടെ അയച്ച കാര്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അതെന്താണ് എന്ന് പറയുന്നില്ല. അതിൽ ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ അക്കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പൊ CPM-നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിലെ പല ഉന്നതരെയും രക്ഷിക്കാൻ SIT ഇത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്ന് വേണ്ടേ? അയ്യപ്പനെ പോലും മറന്ന് വിശ്വാസികളെ പോലും ചതിച്ചുകൊണ്ട് SIT നിന്നു എന്നല്ലേ കോടതി പറയാതെ പറഞ്ഞത്? ഈ പറഞ്ഞൊരു ചൊല്ലുണ്ട് നാട്ടിൻപുറത്ത്, മർമ്മം അറിയാവുന്ന ആള് പശുവിൻ്റെ ആയാലും ആനയുടെ ആയാലും ദേഹത്ത് തൊടുക പോലും ഇല്ല. എന്താ കാര്യം? ഉള്ളതെല്ലാം മർമ്മമാണ്. ഇവർ നോക്കുമ്പോൾ ജയറാമിനെ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം കൂടെ നമുക്കെതിരാവത്തില്ലയോ? നമുക്കിവിടെ ദേഷ്യം തോന്നത്തില്ലയോ? അതുപോലെ പിണറായി വിജയന്റെ അടുത്ത ആളായ കടകംപള്ളി സുരേന്ദ്രൻ, ഓർമ്മയുണ്ടോ? കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തിയിരുന്ന AKG സെന്ററിലേക്ക് പിണറായി വിജയൻ ഒരു ദിവസം ഈ കേസ് തുടങ്ങിയ സമയം നീ രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് മാർഗമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ കേസ് പോയിരിക്കുക. സ്വർണ്ണക്കള്ളൻ എന്നുള്ള പേരെനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഗതികെട്ട് അങ്ങനെ പോയിരിക്കുക. ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ കാര്യം എന്താ? അതൊരു തരം ഭീഷണിയാണ്. ഇത് പറഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ഇനി മേല ഇത് പറയരുത് എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി, ഒരു ജാമ്യം എടുത്തിരിക്കുകയാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? കേസ് കോടതിയൊന്നും തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം സുരക്ഷിതനായിരിക്കാൻ വേണ്ടി എന്തോ കാര്യം പിണറായി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം കടകംപള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ആരെയും 2019 മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. അപ്പോൾ തനിക്ക് പണ്ടൊക്കെ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ചുറ്റും കിടങ്ങ് നിർമ്മിക്കുമായിരുന്നു. അവരുടെ കോട്ടകളും കെട്ടുമായിരുന്നു. കോട്ടയ്ക്ക് വെളിയിൽ കിടങ്ങും. എന്തിനു വേണ്ടിയാ? ശത്രു സൈന്യങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ. അപ്പോൾ കടകംപള്ളി ആവുന്ന കിടങ്ങ് അവിടെ കുഴിച്ചു വെച്ചിരിക്കുക. അത് കടന്നിട്ട് SITക്ക് തൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് വരാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു മാതൃക ചമച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ED പോയിരിക്കും. ED എന്ത് ഡ്രോൺ വഴി പോകും. കിടങ്ങ് അവിടെ കിടക്കും. അതിൻ്റെ മുകളിൽ കൂടി ഈ ഡ്രോൺ വഴി പോകും. മനസ്സിലായില്ലേ? അങ്ങനെ പോകും. പോവുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല.